കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്ന് നിയുക്ത KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് MLA. നാളെ ചുമതലയേൽക്കുന്നതിന് മുന്നോടിയായി കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിലും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലും സണ്ണി ജോസഫ് എത്തി. സണ്ണി ജോസഫിനെതിരായ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനത്തിന് എതിരെ ആന്റോ ആന്റണി MP രംഗത്തെത്തി. നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് സണ്ണി ജോസഫ് എത്തിയതെങ്കിലും പാർട്ടിയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ തന്നെയാണ് നിയുക്ത പ്രസിഡന്റിന്റെ തീരുമാനം. ഇതിന്റെ ആദ്യപടി എന്ന നിലയ്ക്കാണ് പാർട്ടിയിലെ പ്രമുഖ നേതാക്കളായ കരുണാകരന്റെയും ഉമ്മൻചാണ്ടിയുടെയും കല്ലറയിൽ സണ്ണി ജോസഫ് എത്തിയത്. രാവിലെ 7:30 പൂങ്കുന്നം മുരളി മന്ദിരത്തിൽ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തി. തുടർന്നായിരുന്നു പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ എത്തിയത്. പുതിയ വൈസ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ഐക്യമാണ് പുതിയ ടീമിന്റെ ദൗത്യമെന്നും കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നും സണ്ണി ജോസഫ്. കേരളത്തിലെ കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഞങ്ങളുടെ ദൗത്യം നിർവഹണത്തിൽ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയാണ് ഈ ടീം പ്രതിജ്ഞാബദ്ധമായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ കാര്യങ്ങളിൽ പ്രതികരണം നൽകാൻ സണ്ണി ജോസഫ് തയ്യാറായില്ല. ചുമതല ഏറ്റെടുത്ത ശേഷം ഇക്കാര്യങ്ങളിൽ മറുപടി എന്നാണ് നിലപാട്. അതേസമയം സണ്ണി ജോസഫിന് വെള്ളാപ്പള്ളിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്ന് ആന്റോ ആന്റണി MP ഫേസ്ബുക്കിൽ കുറിച്ചു. വെള്ളാപ്പള്ളി നടേശൻ BJPയുടെയും CPMന്റെയും താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനം ശക്തമായി തുടരട്ടെയെന്നും കോൺഗ്രസിന് ഉപദേശം നൽകാൻ സമയം കണ്ടെത്തേണ്ടെന്നും ആന്റോ ആന്റണി വിമർശിച്ചു. ടോബി ജോൺസൺ, 24 കോട്ടയം.